എൻ്റെ ഒരു ചെറിയ മറവി കൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയൊരു ഷോർട്സാണിത്. ആക്ച്വലി പൊങ്കലിൻ്റെ തലേന്ന് നമ്മൾ പുറത്ത് പോയപ്പോൾ എടുത്തൊരു മിനി വ്ളോഗായിരുന്നു. അത് പൊങ്കലിൻ്റെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ എന്തോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഷോട്ടിൽ കയറി നോക്കുമ്പം ഇതിങ്ങനെ എഡിറ്റ് ചെയ്താതെ കിടക്കുന്നത് കണ്ടു. ആദ്യം വിചാരിച്ച പൊങ്കലൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞില്ല ഇനി പോസ്റ്റ് ചെയ്യണമെന്ന്. പിന്നെ വിചാരിച്ചു ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. മെയിനായിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ മെമ്മറീസൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വർഷത്തെ പൊങ്കലിൻ്റെ ഒരു മെമ്മറിയായിട്ട് കടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ടൗണിലേക്ക് പോകുമ്പോൾ തന്നെ അറിയാമല്ലോ, പൊങ്കലിന് മെയിനായിട്ടുള്ളൊരു പൂജ ഐറ്റമാണ് കരിമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ഷോപ്പിൻ്റെ മുന്നിലായിക്കോട്ടെ അല്ലാണ്ട് സ്പെഷ്യൽ വണ്ടിയിൽ വരെ കരിമ്പ് ഇറക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രക്കും ചിലവാണ് പൊങ്കലിൻ്റെ ടൈമിന് കരിമ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും കരിമ്പ് ഒരു മെയിൻ സംഭവമാണ്. അതുമാത്രമല്ലാണ്ട് പൂജാ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ കുറേ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ഇങ്ങനെ കണ്ടു. ഞാനിപ്പോൾ ഓൺലൈനിലാണെങ്കിലും അല്ലാണ്ട് നാട്ടിലെ ഷോപ്സിലൊക്കെ എങ്കിലും ഭയങ്കര പൈസയാണ് ഈ സാധനത്തിന്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുണ്ടായിരുന്നു. അതും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അത് വാങ്ങണമെന്ന് വിചാരിച്ചു. അന്ന് പിന്നെ വാങ്ങണം എന്നുള്ള മൂഡിൽ പോയല്ലേ, ഇനിയിപ്പം കണ്ടാൽ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിനൊക്കെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അത്രയേ ഉള്ളൂ. ബൈ.